നമസ്കാരം. മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. നിലമ്പൂർ വഴിക്കടവിൽ ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ രാഷ്ട്രീയ വിവാദം. പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് വനം മന്ത്രി എ.കെ. ശശീന്ദ്രൻ. പ്രസ്താവന തിരുത്തി മാപ്പ് പറയണമെന്നും രാജിവെക്കണമെന്നും പ്രതിപക്ഷം. രാഷ്ട്രീയ ഗൂഢാലോചന പരിശോധിക്കണമെന്ന് CPM. മരിച്ച അനന്തുവിന് വിട നൽകി നാട്. അറസ്റ്റിലായ മുഖ്യപ്രതി വിനീഷിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. വിവാദങ്ങൾക്കിടെ നിലമ്പൂരിൽ വാശിയേറിയ പ്രചരണം. കൂടുതൽ സംസ്ഥാന ദേശീയ നേതാക്കൾ മണ്ഡലത്തിലേക്ക്. സ്വരാജിനു വേണ്ടി രംഗത്തിറങ്ങുന്നത് മന്ത്രിമാരുടെ നീണ്ട നിര. 13-ന് LDF-നായി മുഖ്യമന്ത്രിയും UDF-നായി പ്രിയങ്ക ഗാന്ധിയും എത്തും. NDAയുടെ പ്രചരണത്തിന് നേതൃത്വം നൽകുന്നത് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. ഭാരത് മാതാ വിഷയത്തിൽ മറുപടിയുമായി ഗവർണർ. വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തിനും രാഷ്ട്രീയത്തിനും മുകളിൽ ആ സങ്കല്പത്തെ കാണാനാകണമെന്ന് ഗവർണർ രാജേന്ദ്ര അർലേക്കർ. വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ മൗനം പേടിച്ചിട്ടെന്ന് VD സതീശൻ. വിഷയത്തിൽ CPI നിലപാടിനെ പിന്താങ്ങാതെ CPM. കിറ്റക്സിന് ആന്ധ്രയിലേക്ക് ക്ഷണം ലഭിച്ചതിൽ പ്രതികരണവുമായി മന്ത്രി P. രാജീവ്. കിറ്റക്സ് വളർന്നത് കേരളത്തിൽ നിന്നാണെന്ന് ഓർക്കണമെന്ന് മന്ത്രി. കേരളത്തിൽ വ്യവസായം നടത്തുന്നത് മന്ത്രിയുടെ ഔദാര്യത്തിലല്ലെന്നും ആരുടെയും പിതൃസ്വത്തല്ല കേരളമെന്നും കിറ്റക്സ് MD സാബു ജേക്കബ്. മണിപ്പൂരിൽ വീണ്ടും സംഘർഷം. 5 ജില്ലകളിൽ ഇന്റർനെറ്റ് സേവനങ്ങൾ റദ്ദാക്കി. സംഘർഷം ആരംഭായി തെങ്കോലിന്റെ നേതാവിനെ അറസ്റ്റ് ചെയ്തെന്ന വിവരത്തെ തുടർന്ന് ഇതുവരെ മണിപ്പൂർ സന്ദർശിക്കാത്ത പ്രധാനമന്ത്രി ഉത്തരവാദിത്തത്തിൽ നിന്നും ഒളിച്ചോടുന്നുവെന്ന് കോൺഗ്രസ്. വാർത്തകൾ വിശദമായി നോക്കാം. മലപ്പുറം വഴിക്കടവിൽ പന്നിയെ പിടികൂടാൻ സ്ഥാപിച്ച വൈദ്യുത ലൈനിൽ നിന്നും ഷോക്കേറ്റ് മരിച്ച അനന്തുവിന് ജന്മനാടിന്റെ യാത്രാമൊഴി. സഹപാഠികളും അധ്യാപകരും രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രവർത്തകരുമടക്കം 100 കണക്കിന് പേരാണ് അനന്തുവിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വീട്ടിലെത്തിയത്. സംഭവത്തിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി 11 മണിയോടെയാണ് അനന്തുവിന്റെ മൃതദേഹം വഴിക്കടവിന് സമീപം വെള്ളക്കട്ടയിലെ വീട്ടിലെത്തിച്ചത്. ഈ സമയം വൻ ജനാവലി വീട്ടിൽ അനന്തുവിനെ കാണാനായി തടിച്ചുകൂടി. അനന്തു പഠിക്കുന്ന മണിമൂളി CKHSS-ലെ സഹപാഠികളും അധ്യാപകരും മൃതദേഹം കണ്ട് വിങ്ങിപ്പൊട്ടി. നാട്ടിൽ പ്രിയങ്കരനായിരുന്ന അനന്തുവിന്റെ വേർപാടിൽ ദുഃഖമടക്കാനാവാതെ ബന്ധുക്കളും കൂട്ടുകാരും പൊട്ടിക്കരഞ്ഞു. വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം വെള്ളക്കട്ടയിലെ ശ്മശാനത്തിൽ മൃതദേഹം സംസ്കരിച്ചു. അതേസമയം സംഭവത്തിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. വഴിക്കടവ് സ്വദേശിയായ വിനീഷിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ റിപ്പോർട്ട് വാങ്ങിയതിന് ശേഷം നമ്മൾ അതിൻ്റെ സെക്ഷൻ ആപ്റ്റായിട്ടുള്ള സെക്ഷൻ കൂടെ ആഡ് ചെയ്യും. പ്രതിനെ രാവിലെ തന്നെ നമ്മൾ അറസ്റ്റ് രേഖപ്പെടുത്തി ബാക്കി കോടതിയിൽ ഹാജരാക്കും. പന്നിയെ കെണിവെച്ച് പിടികൂടി മാംസവ്യാപാരം നടത്തുന്ന വ്യക്തിയാണ് അറസ്റ്റിലായ വിനീഷ്. ഇയാൾക്കെതിരെ നിരന്തരം പരാതിപ്പെട്ടിരുന്നുവെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. അതിനിടെ കേസന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചു. മലപ്പുറം ക്രൈംബ്രാഞ്ച് DYSP C. അലവിക്കാണ് അന്വേഷണ ചുമതല. അമൃത ന്യൂസ്, മലപ്പുറം. പന്നിക്കണിയിൽ നിന്നും ഷോക്കേറ്റ് 10ാം ക്ലാസ്സുകാരൻ മരിച്ച സംഭവത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങളുമായി രാഷ്ട്രീയ പാർട്ടികൾ. വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്ന വനം മന്ത്രിയുടെ പ്രസ്താവന. വിവാദത്തിൽ വനം മന്ത്രി മാപ്പ് പറയണമെന്ന് UDF ആവശ്യപ്പെട്ടു. കുട്ടിയുടെ മരണം മനുഷ്യ വന്യമൃഗ സംഘർഷം മൂലമല്ലെന്ന് PV അൻവർ ആരോപിച്ചു. പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ആയുധമാക്കി പ്രതിപക്ഷം. KSEB ലൈനിൽ നിന്ന് അനധികൃതമായി വൈദ്യുതി ഉപയോഗിച്ച് പന്നിക്കണി ഒരുക്കിയതിലെ വീഴ്ച ചൂണ്ടിക്കാണിച്ച് UDF പ്രതിഷേധം ശക്തമാക്കിയതിന് പിന്നാലെ വിവാദ പ്രസ്താവനയുമായി വനമന്ത്രി A.K. ശശീന്ദ്രൻ രംഗത്തു വന്നു. പന്നിക്കണി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഒരുക്കിയതാണെന്ന് സംശയമുണ്ടെന്ന ശശീന്ദ്രന്റെ പ്രസ്താവനയാണ് വിവാദമായത്. ഇത് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വീണ് കിട്ടിയ ഒരവസരമായി ഉപയോഗപ്പെടുത്തിയതാണോ അവസരമുണ്ടാക്കിയതാണോ എന്നൊരു സംശയം ഉയർന്നു വന്നിട്ടുണ്ട്. കാരണം പരിസരവാസികളായ ആളുകൾ പോയത്
രാവിലെ അവിടെ അത്തരമൊരു ഫെൻസിങ് ഇല്ലായിരുന്നു എന്നാണ്. വൈകുന്നേരമാകുമ്പോഴേക്കാണ് അവിടെ കിട്ടിയത്. മറ്റൊരു ഒരു സുഹൃത്ത് അവിടെ നിന്ന് പറയുന്നത് വീട്ടുകാരൻ അറിയില്ല, ഉടമസ്ഥൻ അറിയില്ല. അപ്പം ഇതാര് ചെയ്തു, എങ്ങനെ ചെയ്തു, എന്ത് ചെയ്തു, എന്തായിരുന്നു അവരുടെ ലക്ഷ്യം? അപ്പോൾ അതിനകത്ത് വളരെ വ്യക്തമായ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്നതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. തികച്ചും ദൗർഭാഗ്യകരമായ സംഭവത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നതായും രാഷ്ട്രീയ ഗൂഢാലോചന പരിശോധിക്കണമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇതിത്ര പെട്ടെന്ന് വാർത്തയാക്കുകയും രാഷ്ട്രീയായുധമാക്കുകയും ചെയ്തതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ ഗൂഢോദ്ദേശം ഉണ്ടോ എന്ന കാര്യവും കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് പരിശോധിക്കപ്പെടും, സ്വാഭാവികമായിട്ട് പരിശോധിക്കപ്പെടും. ഇമാതിരിയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കന്മാരെ ആക്രമിക്കാൻ പുറപ്പെടുന്ന നില ശരിയായ നിലപാടല്ലോ. അപ്പോൾ ഇതിൻ്റെ പിന്നിലൊരു ഗൂഢാലോചന സംഘമുണ്ട്. എന്തായാലും നിരുത്തരവാദിത്വപരമായ പ്രസ്താവന നടത്തിയ മന്ത്രി AK ശശീന്ദ്രൻ മാപ്പ് പറയണമെന്ന് UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് ആവശ്യപ്പെട്ടു. ഒരു മന്ത്രി ഇത്രമാത്രം നിരുത്തരവാദിത്വപരമായ ഒരു പ്രസ്താവനയുമായിട്ട് മുന്നോട്ട് വരുന്നത് മുഴുവൻ നിലമ്പൂരുകാരെ വേദനിപ്പിക്കുകയാണ്. എനിക്ക് ആ കാര്യമാണ് പറയേണ്ടത്. ഗൂഢാലോചനയുണ്ടെങ്കിൽ പരിശോധിക്കണമെന്നും അല്ലെങ്കിൽ വനം മന്ത്രി മാപ്പ് പറയണമെന്നും PV അൻവർ. മന്ത്രി പറഞ്ഞ ആ കാര്യം ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ പോലീസും സൗകര്യങ്ങളും എല്ലാം ഉള്ളത് ഈ ഗവൺമെൻറ് കയ്യിലാണല്ലോ. അടിയന്തരമായി ആ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ആളുകളെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അല്ല, അങ്ങനെ ഒരു ഗൂഢാലോചന നടത്തിയിട്ടില്ലെങ്കിൽ മന്ത്രി അതിന് മാപ്പ് പറയണം. മന്ത്രിയും അത് വോട്ടാക്കാൻ രാഷ്ട്രീയം കളിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചിരുന്നുവെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ലെന്ന് NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ് പറഞ്ഞു. കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെ സംഭവിച്ചിട്ട് അതിനൊന്നും നടപടി എടുത്തിട്ടില്ല. അതാണ് വിദ്യാർത്ഥിയുടെ അതിദാരുണമായ മരണം രാഷ്ട്രീയ ആയുധമാക്കി ആരോപണ പ്രത്യാരോപണങ്ങളുമായി രാഷ്ട്രീയ കക്ഷികൾ പ്രചരണ രംഗത്ത് സജീവമാകുമ്പോഴും വന്യമൃഗശല്യവും മൃഗവേട്ടയുമൊന്നും തടയാൻ ഫലപ്രദമായ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അമൃത ന്യൂസ്, നിലമ്പൂർ. വഴിക്കടവിലെ മരണത്തെ ചൊല്ലിയുള്ള രാഷ്ട്രീയ നേതാക്കളുടെ വാക്പോര് വരും ദിവസങ്ങളിലേറെ വിമർശനങ്ങൾക്ക് ഇടയാക്കും. സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ് അപകടത്തിന് കാരണമെന്ന് UDF നേതാക്കൾ കുറ്റപ്പെടുത്തിയപ്പോൾ മരണത്തെ പോലും രാഷ്ട്രീയവൽക്കരിക്കുകയാണ് കോൺഗ്രസ് ചെയ്തതെന്ന് CPM നേതാക്കൾ ആരോപിച്ചു. വിഷയത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പല്ല വേണ്ടതെന്ന് BJPയും വ്യക്തമാക്കി. അനന്തുവിന്റെ മരണത്തിനു പിന്നാലെ അർദ്ധരാത്രിയിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് കാര്യങ്ങളുടെ നിജസ്ഥിതി പുറത്തുവന്നപ്പോൾ പ്രതിരോധത്തിലായിരുന്നു. രാഷ്ട്രീയ ഗൂഢാലോചന എന്ന വനമന്ത്രിയുടെ പ്രസ്താവനയോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. മരണത്തിൽ ഗൂഢാലോചന ആരോപിച്ചത് ശീലമായ പ്രവൃത്തിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. മന്ത്രി രാജിവെക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഒരു നടപടിയില്ലാതെ നിഷ്ക്രിയനായിരിക്കുന്ന ഒരു മന്ത്രിയാണല്ലോ. ആ മന്ത്രി ഇതിൽ ഗൂഢാലോചന കുറ്റം ആരോപിച്ചിരിക്കുക. എത്ര ഹീനമായ തരത്തിലാണ് സംസാരിച്ചത്. ഒരു നിമിഷം പോലും ആ കസേരയിൽ ഇരിക്കാൻ യോഗ്യനല്ല, ഇറങ്ങി പുറത്തു പോകണം. ഒരു മരണമുണ്ടായാൽ അതിനെ രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗിക്കുക എന്ന ഹീനമായ പ്രവർത്തനമാണ് കോൺഗ്രസ് നടത്തുന്നതെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ കുറ്റപ്പെടുത്തി. ഇന്നലെ നിലമ്പൂർ ടൗണിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകർ വിജയരാഘവന്റെ വാഹനം തടഞ്ഞിരുന്നു. ഒരു മരണമുണ്ടായാൽ ആ മരണത്തെ രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗിക്കുക എന്ന ഹീനമായ പ്രവർത്തനമാണ് കോൺഗ്രസ് നടത്തിയത്. അനന്തുവിന്റെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളെ കണ്ട UDF കൺവീനർ അടൂർ പ്രകാശും KPCC മുൻ അധ്യക്ഷൻ VM സുധീരനും വനമന്ത്രിയുടെ നിലപാടുകളെ പൂർണ്ണമായും തള്ളി. വനം വകുപ്പ് മന്ത്രി എന്നുള്ളതിൽ അദ്ദേഹം അത്തരത്തിൽ പ്രതികരിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അത് ഓരോരുത്തരുടെയും സ്വന്തമായി ഉള്ള തീരുമാനങ്ങളാണ്. ഈ കാര്യത്തിൽ രാഷ്ട്രീയത്തെക്കാൾ ഉപരിയായി മാനുഷിക പ്രശ്നമായി കണ്ടുകൊണ്ട് ഈ തരത്തിലുള്ള സാഹചര്യം ഒഴിവാക്കാൻ അധികാരികൾ ശ്രമിക്കുക എന്നുള്ളത് പരമപ്രധാനമാണ്. ശശീന്ദ്രന്റെ പ്രസ്താവന തരം താണതെന്നായിരുന്നു K മുരളീധരന്റെ പ്രതികരണം. വനമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് ഏറ്റവും തരം താണ സ്റ്റേറ്റ്മെന്റ് ആയിപ്പോയി. കാരണം കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും ഉത്തരവാദിത്തമില്ലാത്തൊരു വനമന്ത്രി ഉണ്ടായിട്ടില്ല. അനന്തുവിന്റെ മരണം UDF രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കുന്നുവെന്ന ആരോപണം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും ആവർത്തിച്ചു. പക്ഷേ ചില കേന്ദ്രങ്ങൾ നിലമ്പൂരിൽ ഇപ്പോൾ മരണം വിൽക്കുകയാണ്, ദുഃഖം വിൽപ്പനപ്പെട്ടമാക്കുകയാണ്. അത് UDF ആണ്. ആരോപണങ്ങൾക്ക് 1-2 ദിവസത്തെ ആവശ്യം മാത്രമാണ് ഉണ്ടാവുക. എന്നാൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആത്മാർത്ഥമായ സമീപനമാണ് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടത്. അമൃത ന്യൂസ്, നിലമ്പൂർ.
ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിൽ വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് നടക്കുന്നത്. കൂടുതൽ സംസ്ഥാന ദേശീയ നേതാക്കൾ മണ്ഡലത്തിലേക്ക് എത്തുകയാണ്. സ്വരാജിനു വേണ്ടി രംഗത്തിറങ്ങുന്നത് മന്ത്രിമാരുടെ നീണ്ട നിരയാണ്. 13-ന് മുഖ്യമന്ത്രി എത്തുമ്പോൾ ആര്യാടൻ ഷൗക്കത്തിനു വേണ്ടി പ്രിയങ്ക ഗാന്ധിയും മണ്ഡലത്തിൽ എത്തും. കേന്ദ്രമന്ത്രി ജോർജ് കുര്യനാണ് NDA പ്രചാരണത്തിന് നേതൃത്വം നൽകുന്നത്. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ വാശിയേറിയ പ്രചാരണമാണ് നിലമ്പൂരിൽ മുന്നണികൾ കാഴ്ചവെക്കുന്നത്. വീടുകളും കടകളും കയറിയുള്ള പ്രചാരണ ചൂട് മുൻപെങ്ങുമില്ലാത്ത വിധം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ ശ്രദ്ധേയമാക്കുന്നു. കരുളായി പഞ്ചായത്തിലാണ് LDF സ്ഥാനാർത്ഥി M സ്വരാജിന്റെ പ്രചാരണം. പ്രധാന കേന്ദ്രങ്ങളെല്ലാം സ്ഥാനാർത്ഥിക്കായി സ്വീകരണം ഒരുക്കിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ മന്ത്രിമാരുടെ നീണ്ട നിരയാണ് M സ്വരാജിന് വേണ്ടി വരും ദിവസങ്ങളിൽ മണ്ഡലത്തിലുണ്ടാവുക. പ്രധാന വ്യക്തികളെ കൊണ്ടാണ് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ വരും ദിവസങ്ങളിൽ ഷൗക്കത്തിനു വേണ്ടി പ്രചരണത്തിനെത്തും. എടക്കരയിലും പരിസര പ്രദേശങ്ങളിലുമാണ് NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജിന്റെ പ്രചരണം. കേന്ദ്രമന്ത്രി ജോർജ് കുര്യനാണ് മലയോര മേഖലകളിൽ സ്ഥാനാർത്ഥിക്കൊപ്പം വോട്ട് ചോദിക്കുന്നത്. വീടുകളിലും കടകളിലും കേന്ദ്രീകരിച്ചാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവറിന്റെ പ്രചരണം. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കമെന്ന നിലയിൽ സംഘടനാ സംവിധാനം പൂർണ്ണമായി നിലമ്പൂരിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് മുന്നണികൾ. അമൃത ന്യൂസ്, മലപ്പുറം. ഭാരത് മാതാ സങ്കല്പം വിവാദമാക്കുന്നത് ദൗർഭാഗ്യകരമെന്ന ഗവർണർ രാജേന്ദ്ര അർലേക്കർ. വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തിനും രാഷ്ട്രീയത്തിനും മുകളിൽ ആ സങ്കല്പത്തെ കാണാനാകണമെന്നും ഗവർണർ പറഞ്ഞു. ഭാരത് മാതയ്ക്ക് ജയ് വിളിക്കാൻ മടിച്ചു നിന്നവരെ കൊണ്ട് ഭാരത് മാത കീ ജയ് എന്ന് വിളിപ്പിച്ചതിന് ഗവർണർക്ക് നന്ദിയെന്ന് മുൻ കേന്ദ്രമന്ത്രി V മുരളീധരനും വ്യക്തമാക്കി. നെടുമങ്ങാട് അമൃത കൈരളി വിദ്യാഭവനിൽ നടന്ന മൻ കി ബാത്ത് പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു ഇരുവരും. ഭാരതാംബ വിവാദത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുകയാണ് ഗവർണർ. ഒരമ്മയുടെ മക്കളായ സഹോദരി സഹോദരന്മാരെന്ന് പ്രതിജ്ഞ ചൊല്ലി വളരുന്നവരാണ് ഭാരതീയർ. ഭാരത് മാതയെ തർക്ക വിഷയമാക്കുന്നത് ദൗർഭാഗ്യകരമെന്നും ഗവർണർ പറഞ്ഞു. My only thing is that Bharat Mata cannot be a issue for debate. It cannot be issue for a discussion also. How it can be? Can my mother be a topic for discussion? How it can be? My mother is mother. It is above everything. My Bharat Mata is above everything, beyond everything. You may be having your different thoughts, different ideology, but we are brothers. We are sisters. That particular issue has to be there in our mind. ആദ്യം രാജ്യം എന്നതാണ് പ്രധാനമന്ത്രി മുന്നോട്ട് വെക്കുന്ന ആഹ്വാനം. അതുതന്നെയാണ് ഗവർണർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതെന്ന് V മുരളീധരൻ ചൂണ്ടിക്കാട്ടി. ഇത്രയും കാലം ഭാരത് മാതാ കി ജയ് വിളിക്കാൻ സംശയിച്ചു നിന്നിരുന്ന ആളുകളടക്കം ഇപ്പോൾ കൂട്ടമായി ദേശീയ പതാക ഉയർത്തി ഭാരത് മാതാ കി ജയ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ലെറ്റ് മീ ഓൾസോ താങ്ക് യു ഓൺ ബിഹാഫ് ഓഫ് ദ പീപ്പിൾ ഓഫ് കേരള ടു ബ്രിങ്ങിങ് ദിസ് നേഷൻ ഫസ്റ്റ് അപ്രോച്ച്. നെടുമങ്ങാട് അമൃത കൈരളി വിദ്യാഭവനിൽ നടന്ന മൻ കി ബാത്ത് ക്വിസ് ചാമ്പ്യൻഷിപ്പ് വിജയികളെ അനുമോദിക്കുന്ന ചടങ്ങിലാണ് ഗവർണർ വിവാദ വിഷയത്തിൽ പ്രതികരിച്ചത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വെല്ലുവിളിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി MP. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ വിവരങ്ങളും പുറത്തുവിടണമെന്നും ആവശ്യം. അതേസമയം ഹരിയാനയിലെയും മഹാരാഷ്ട്രയിലെയും 2009 മുതലുള്ള വോട്ടർ പട്ടിക പുറത്തുവിടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമന പ്രക്രിയ മുതൽ പോളിംഗ് ശതമാനത്തിൽ വരെ അട്ടിമറിയുണ്ടെന്നായിരുന്നു രാഹുലിന്റെ വിമർശനം. സമീപകാലത്ത് നടന്ന മുഴുവൻ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെയും വിശദാംശങ്ങൾ പുറത്തുവിടണമെന്നാണ് രാഹുൽ ഗാന്ധിയുടെ പ്രധാന ആവശ്യം. വോട്ടർ പട്ടിക, പോളിംഗ് ശതമാനമടക്കമുള്ള വിവരങ്ങൾ ലഭ്യമാക്കി സംശയം അകറ്റണമെന്നും രാഹുൽ ഗാന്ധി പറയുന്നു. നിങ്ങൾ ഭരണഘടനാ സ്ഥാപനമാണെന്നും ഗൗരവതരമായ ചോദ്യങ്ങളിൽ ഇടനിലക്കാരെ വെച്ച് മറുപടി പറയുകയല്ല വേണ്ടതെന്നും രാഹുൽ ഗാന്ധി Xൽ പങ്കുവച്ച പോസ്റ്റിൽ വ്യക്തമാക്കുന്നു. മഹാരാഷ്ട്രയിൽ പോളിംഗ് നടന്ന ദിവസം വൈകിട്ട് 5 മണിക്ക് ശേഷമുള്ള CCTV ദൃശ്യങ്ങൾ പുറത്തുവിടാൻ തയ്യാറാകണം. ഇല്ലെങ്കിൽ കമ്മീഷന്റെ വിശ്വാസ്യതയെ ബാധിക്കുമെന്നും രാഹുൽ ചൂണ്ടിക്കാട്ടി. എന്നാൽ ഹരിയാനയിലെയും മഹാരാഷ്ട്രയിലെയും വോട്ടർ പട്ടിക പുറത്തുവിടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചു. 2009 മുതൽ 2024 വരെയുള്ള പട്ടികയാണ് കമ്മീഷൻ പുറത്തുവിടുക. അതേസമയം രാഹുൽ ഗാന്ധിയുടെ ആരോപണം തള്ളി മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് രംഗത്തെത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ഉയർന്ന പോളിംഗ് ശതമാനം കഴിഞ്ഞ 4 നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു. പോളിംഗ് ശതമാനം ഉയർന്നയിടങ്ങളിൽ കോൺഗ്രസ് സഖ്യവും വിജയിച്ചിട്ടുണ്ട്. പുതിയ വോട്ടർമാരിൽ പകുതിയോളം കന്നി വോട്ടർമാരായിരുന്നുവെന്നും ഫട്നാവിസ് ചൂണ്ടിക്കാട്ടി. എന്നാൽ ബീഹാറിലും തോൽക്കുമെന്ന് രാഹുലും സംഘവും മുൻകൂട്ടി കണ്ടതിന്റെ വേവലാതിയാണിതെന്ന് BJP പരിഹസിച്ചു. ജനവിധിയെ രാഹുൽ അപമാനിക്കുകയാണെന്നും BJP തിരിച്ചടിച്ചു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.
ഭാരതത്തിന്റെ സംസ്കാരവും പൈതൃകവും പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകാൻ പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിലൂടെ സാധിക്കുന്നുവെന്ന് ഗവർണർ രാജേന്ദ്ര അർലേക്കർ. നെടുമങ്ങാട് അമൃത കൈരളി വിദ്യാഭവനിൽ നടന്ന മൻ കി ബാത്ത് ക്വിസ് ചാമ്പ്യൻഷിപ്പിൽ വിജയികളായ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രിയുടെ വികസിത ഭാരതം എന്ന ആശയത്തിൽ വിദ്യാർത്ഥികളെ പങ്കാളികളാക്കിയ അമൃത കൈരളി സ്കൂളിനെയും സംഘാടകരെയും ഗവർണർ അഭിനന്ദിച്ചു. ജലം പാഴാക്കാതെ സംരക്ഷിക്കുന്ന പദ്ധതി നെടുമങ്ങാട് അമൃത കൈരളി വിദ്യാലയത്തിലെ കുട്ടികൾ പരീക്ഷിച്ച് വിജയകരമാക്കിയത് ഒരിക്കൽ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രിയുടെ അഭിനന്ദനം നേടുമെന്ന് ചടങ്ങിൽ പങ്കെടുത്ത മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനും വ്യക്തമാക്കി. പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് ക്വിസ് ചാമ്പ്യൻഷിപ്പ് സീസൺ 4-ൽ വിജയികളാകുകയും പങ്കെടുക്കുകയും ചെയ്ത നെടുമങ്ങാട് താലൂക്കിലെ വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത്. നെടുമങ്ങാട് അമൃത കൈരളി വിദ്യാഭവനിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് മുഖ്യാതിഥിയായി പങ്കെടുത്തത്. മുൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ അധ്യക്ഷനായിരുന്നു. പരിസ്ഥിതി അവബോധം കുട്ടികളിൽ വളർത്തിയെടുക്കാൻ സ്കൂളിനു മുന്നിൽ മരം നട്ടുകൊണ്ടാണ് ഗവർണർ മാതൃക കാട്ടിയത്. മരങ്ങളും ചെടികളും നിറഞ്ഞു നിൽക്കുന്ന പ്രകൃതി രമണീയമായ അമൃത കൈരളി സ്കൂൾ ക്യാമ്പസിനെ പ്രകീർത്തിച്ചുകൊണ്ടാണ് ഗവർണർ സംസാരിച്ചു തുടങ്ങിയത്. Today I am very much happy and pleased to be here amongst you, mainly because of this atmosphere, that this is really a fantastic environment, good campus, and that may be the probably reason why you have achieved so much marks and all those laurels. My pranams at the feet of Ma Amritanandamayi, because she has created such a nice campus. മൻ കി ബാത്ത് ആശയങ്ങളെ പ്രചരിപ്പിക്കുന്ന മേരാ യുവ ഭാരതിന്റെയും ഗ്ലോബൽ ഗിവേഴ്സ് ഫൗണ്ടേഷന്റെയും ശ്രമങ്ങളെയും അമൃത കൈരളി വിദ്യാലയത്തെയും ഗവർണർ അഭിനന്ദിച്ചു. Where Mann Ki Baat quiz competitors are to be felicitated, and from here the people will go to Delhi also. He asked me who has organized it. I told him Amrita Kairali Vidyalaya has organized, but the person behind them is my friend Muralidharan. അമൂല്യമായ ജലം പാഴാക്കാതെ എങ്ങനെ സംരക്ഷിക്കാമെന്ന് അമൃത കൈരളി സ്കൂളിലെ വിദ്യാർത്ഥികൾ പരീക്ഷിച്ച് വിജയകരമാക്കിയ പദ്ധതിയെ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ അഭിനന്ദിച്ചു. These school students have made a novel experiment. They decided that in their toilet flush, how to reduce water discharge. Instead of using the whole water, how it can be minimized. And through that, how much water they have saved. This is an experiment by the students and parents of Amrita Kairali Vidyalaya. I am sure that one day in Mann Ki Baat he will refer this also. ക്വിസ് ചാമ്പ്യൻഷിപ്പിൽ വിജയിച്ച് ഡൽഹിയിൽ പോകാൻ സാധിച്ച കുട്ടികളെയും പ്രാഥമിക തലത്തിൽ വിജയിച്ചവരെയും ചടങ്ങിൽ അനുമോദിച്ചു. +2 പരീക്ഷയിൽ ഉന്നത വിദ്യാഭ്യാസം നേടിയ അമൃത കൈരളി സ്കൂളിലെ വിദ്യാർത്ഥികളെയും ഗവർണർ അനുമോദിച്ചു. ഓൾ കേരള അമൃത വിദ്യാലയം ഡയറക്ടർ GS സജികുമാർ ചടങ്ങിനെത്തിയ ഗവർണറെയും വി മുരളീധരനെയും ആദരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ സിന്ധു S, മേരാ യുവ ഭാരത് സ്റ്റേറ്റ് ഡയറക്ടർ M അനിൽകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇനി ഗൾഫ് വാർത്തകൾ നോക്കാം. കേടുപാടുകൾ സംഭവിച്ച കറൻസി നോട്ടുകൾ മാറ്റിയെടുക്കുന്നതിന് മാർഗനിർദ്ദേശങ്ങളുമായി UAE സെൻട്രൽ ബാങ്ക്. മാറ്റിയെടുക്കാൻ ഉദ്ദേശിക്കുന്ന ബാങ്ക് നോട്ടുകളുടെ വിശ്വാസ്യത ഉറപ്പുവരുത്തിയതിനു ശേഷമേ പകരം നോട്ടുകൾ നൽകൂ. കേടുപറ്റിയ കറൻസികളുടെ 2 ഭാഗങ്ങളുണ്ടെങ്കിൽ മുഴുവൻ തുകയും ലഭിക്കുമെന്ന് UAE സെൻട്രൽ ബാങ്ക് വ്യക്തമാക്കി. എന്നാൽ കേട് സംഭവിച്ച കറൻസിയുടെ 1/3 ഭാഗം മാത്രമാണ് കയ്യിൽ ഉള്ളതെങ്കിൽ നോട്ടിലെ തുകയുടെ പകുതി മാത്രമേ മാറ്റിയെടുക്കുമ്പോൾ ലഭിക്കൂ. കേടുപാടുകൾ സംഭവിച്ച ബാങ്ക് നോട്ടിന്റെ 1/3 ഭാഗം പോലും ഇല്ലെങ്കിൽ തുകയൊന്നും ലഭിക്കില്ല എന്നും UAE സെൻട്രൽ ബാങ്ക് വ്യക്തമാക്കി. ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് UAEയിൽ പൂർണ്ണ നിരോധനം വരുന്നു. അടുത്ത വർഷം ജനുവരി 1 മുതൽ നിരോധനം പ്രാബല്യത്തിൽ വരും. ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക്കിൽ നിർമ്മിച്ച കണ്ടെയ്നറുകൾ, പ്ലേറ്റുകൾ, കപ്പുകൾ തുടങ്ങി എല്ലാ ഉൽപ്പന്നങ്ങളും നിരോധനത്തിന്റെ പരിധിയിൽ വരും. 2024 മുതൽ ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് സഞ്ചികൾ UAEയിലെ വിവിധ എമിറേറ്റുകൾ നിരോധിച്ചിരുന്നു. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം കുറച്ചുകൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഫലപ്രദമാണെന്നാണ് വിലയിരുത്തൽ. 2026 ജനുവരി 1 മുതൽ ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവും ഇറക്കുമതിയും വിൽപ്പനയും UAEയിൽ ഇല്ലാതാക്കും. കുവൈറ്റിൽ ഏകദേശം 50 കിലോഗ്രാം മയക്കുമരുന്ന് പിടിച്ചെടുത്തതായി എയർ കാർഗോ കസ്റ്റംസ്. യൂറോപ്യൻ രാജ്യത്തു നിന്നും വന്ന കാർഗോയിലാണ് ഇത് കണ്ടെത്തിയത്. നിരവധി ബാഗുകളിൽ കസ്റ്റംസ്
ടാർഗറ്റിംഗ് ടീമിന് സംശയം തോന്നുകയും വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കുകയുമായിരുന്നു. തുടർന്നാണ് ഏകദേശം 33 കിലോഗ്രാം ഹാഷിഷും 17 കിലോഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തതെന്ന് കസ്റ്റംസ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ആവശ്യമായ നടപടിക്രമങ്ങൾ സ്വീകരിക്കുകയും പ്രതികളെയും പിടിച്ചെടുത്ത സാധനങ്ങളും ബന്ധപ്പെട്ട അതോറിറ്റികൾക്ക് കൈമാറുകയും ചെയ്തതായി അധികൃതർ അറിയിച്ചു. കുവൈറ്റിൽ ഒരാഴ്ച കാലയളവിൽ 22,540 ഗതാഗത നിയമലംഘനങ്ങൾക്ക് പിഴ ചുമത്തി. കൂടാതെ വാഹനമോടിച്ച 64 കുട്ടികളെയും നിയമപരമായി പിടികിട്ടാപ്പുള്ളികളെയും ആയതോ നിലവിലുള്ള നിയമങ്ങൾ ലംഘിച്ചതോ ആയ 110 പേരെയും അറസ്റ്റ് ചെയ്തു. ഈ ഒരാഴ്ചയിൽ മാത്രം 1293 റോഡ് അപകടങ്ങളാണ് ഉണ്ടായത്. കുവൈറ്റ് ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് മെയ് 31 മുതൽ ജൂൺ 6 വരെയുള്ള ഒരാഴ്ചത്തെ ട്രാഫിക് സ്ഥിതി വിവര കണക്കിലാണ് ഇത് വ്യക്തമാക്കുന്നത്. കുവൈറ്റിൽ നിരവധി കമ്പനികളും കടകളും അടച്ചുപൂട്ടാൻ ഉത്തരവ് പുറപ്പെടുവിച്ച വാണിജ്യ മന്ത്രാലയം. ഫർവാനിയ, ക്യാപിറ്റൽ ജഹ്റ എന്നിവിടങ്ങളിലെ കടകൾ പൂട്ടാനാണ് വാണിജ്യ മന്ത്രാലയത്തിന്റെ ആക്ടിംഗ് അണ്ടർ സെക്രട്ടറി മർവ അൽ ജെയ്ദാൻ ഉത്തരവിട്ടത്. നിയമപരവും നിയന്ത്രണപരവുമായ കാര്യങ്ങളിൽ ഗുരുതരമായ ലംഘനങ്ങൾ നടത്തിയെന്ന് തെളിവ് ലഭിച്ചതിനെ തുടർന്നാണ് നടപടി. അലങ്കാര വസ്തുക്കൾ, വിവാഹ ഒരുക്കങ്ങൾ, ഇവന്റ് മാനേജ്മെന്റ് ഉപകരണങ്ങൾ വാടകയ്ക്ക് നൽകൽ, കൂടാതെ റെഡിമെയ്ഡ് വാതിലുകൾ, ഫർണിച്ചർ, സ്വർണ്ണാഭരണങ്ങൾ എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെയാണ് ഈ തീരുമാനങ്ങളെന്നും ഉത്തരവാദികൾ െതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. കുവൈറ്റിൽ നിന്നും പുറപ്പെടേണ്ടിയിരുന്ന ഗൾഫ് എയർ GF 213 നമ്പർ വിമാനം ബോംബ് ഭീഷണിയെ തുടർന്ന് സുരക്ഷിതമായി തിരിച്ചിറക്കി. കുവൈറ്റ് സിവിൽ ഏവിയേഷൻ അധികൃതരാണ് ഇക്കാര്യം അറിയിച്ചത്. ഇതേ തുടർന്ന് കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അന്താരാഷ്ട്ര പ്രോട്ടോക്കോളുകൾക്ക് അനുസൃതമായി സുരക്ഷാ നടപടിക്രമങ്ങൾ സ്വീകരിച്ചു. ആഭ്യന്തര മന്ത്രാലയവുമായും ബന്ധപ്പെട്ട അധികാരികളുമായും പൂർണ്ണമായി ഏകോപനം നടത്തിക്കൊണ്ടാണ് സംഭവം കൈകാര്യം ചെയ്തതെന്ന് അധികൃതർ വ്യക്തമാക്കി. എല്ലാ യാത്രക്കാരെയും വിമാനത്തിൽ നിന്നും പുറത്തിറക്കിയ ശേഷം ഐസൊലേറ്റഡ് ടെർമിനലിലേക്ക് മാറ്റിയതായും എല്ലാവരും സുരക്ഷിതരാണെന്ന് വ്യോമയാന വിഭാഗവും വ്യക്തമാക്കിയിട്ടുണ്ട്. പരിശോധനയിൽ ഇത് വ്യാജ ബോംബ് ഭീഷണിയാണെന്ന നിഗമനത്തിൽ എത്തിയതായാണ് പ്രാഥമിക വിവരം. അറഫ സംഗമവും മുസ്തഫയിലെ രാപ്പാർക്കലിന് ശേഷം മിനായിൽ തിരിച്ചെത്തിയ ഹാജിമാർ ജംറത്തുൽ അഖബയിൽ കല്ലേറ് നടത്തുകയും ബലിയറക്കലും മുടിയെടുക്കലും കാബ പ്രദക്ഷിണവും നടത്തിയ ഹാജിമാർ ഇന്നലെയും ഇന്നുമായി 3 ജംറകളിലും കല്ലേർ കർമ്മം പൂർത്തിയാക്കി. സൗദിയിൽ നിന്നും ഹജ്ജിന് പോയ ആഭ്യന്തര തീർത്ഥാടകർ അടക്കം ഇന്നത്തോടെ ഭൂരിപക്ഷം ഹാജിമാരും ഹജ്ജ് കർമ്മം പൂർത്തിയാക്കി മക്കയിലെത്തി. വിടവാങ്ങൽ തവാഫ് നിർവഹിച്ച് താമസ സ്ഥലത്തേക്ക് മടങ്ങാൻ ആരംഭിച്ചു. നാളത്തെ കല്ലേർ കർമ്മത്തോടെ ഈ വർഷത്തെ ഹജ്ജ് കർമ്മം അവസാനിക്കും. മലപ്പുറം വളാഞ്ചേരിക്കടുത്ത കഞ്ഞിപ്പുര സ്വദേശിയും യുവ സംരംഭകനുമായ വാണിയം പീഡിയേക്കൽ ഷുഹൈബ് ഹജ്ജ് കർമ്മം പൂർത്തീകരിച്ച് മക്കയിലെ മിനായിൽ നിര്യാതനായി. സിൽവാൻ ഗ്രൂപ്പ് സ്ഥാപനങ്ങളുടെ മാനേജിംഗ് ഡയറക്ടറായിരുന്നു. ഹൃദയാഘാതമാണ് മരണകാരണം. അബുദാബി അൽ ബസ്ര ഗ്രൂപ്പ് ഡയറക്ടർ. പൊത്തനത്താണി ഹല മാൾ, ബേബി വിറ്റ ഫുഡ് പ്രൊഡക്റ്റ് എന്നിവയുടെ ഉടമയാണ്. ഖബറടക്കം ഇന്ന് മക്കയിൽ നടക്കും. ബലിപ്പെരുന്നാളിനോടനുബന്ധിച്ച് അൽ തവാനുലിലെ ഷാർജ എക്സ്പോ സെന്ററിൽ വിപണന മേള ആരംഭിച്ചു. ലോകോത്തര ബ്രാൻഡുകൾ കുറഞ്ഞ വിലയിൽ ഉപഭോക്താക്കൾക്ക് സ്വന്തമാക്കാനും വിധമാണ് മേള ഒരുക്കിയിട്ടുള്ളത്. തുണിത്തരങ്ങൾ, പാദരക്ഷകൾ, സുഗന്ധ ദ്രവ്യങ്ങൾ, ബാഗുകൾ തുടങ്ങി വിപുലമായ ഉൽപ്പന്നങ്ങൾ പ്രദർശനത്തിലുണ്ട്. ഈ മാസം 15 വരെ നീണ്ടു നിൽക്കുന്ന മേളയിൽ കുട്ടികൾക്കായി വിനോദ പരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. വെള്ളിയാഴ്ചകളിൽ വൈകിട്ട് 3 മുതൽ രാത്രി 12 വരെയും മറ്റു ദിവസങ്ങളിൽ രാവിലെ 11 മുതൽ രാത്രി 12 വരെയുമാണ് മേള ഉണ്ടാകുക. ഷാർജ എക്സ്പോ സെന്ററാണ് മേള സംഘടിപ്പിച്ചത്. ഇനി മറ്റു വാർത്തകൾ നോക്കാം. കിറ്റക്സ് വളർന്നത് കേരളത്തിൽ നിന്നാണെന്ന് ഓർക്കണമെന്നും മനസ്സമാധാനം വേണമെങ്കിൽ അവനവൻ തന്നെ വിചാരിക്കണമെന്നുമുള്ള വ്യവസായ മന്ത്രി P. രാജീവിന്റെ പ്രതികരണത്തിന് മറുപടിയുമായി കിറ്റക്സ് MD സാബു M. ജേക്കബ്. കേരളം ആരുടെയും പിതൃസ്വത്തല്ലെന്നും കിറ്റക്സിന് കേരളത്തിൽ തുടരാൻ ആരുടെയും ഔദാര്യം ആവശ്യമില്ലെന്നും സാബു ജേക്കബ് പറഞ്ഞു. കിറ്റക്സ് പ്രസ്ഥാനങ്ങളെ ഏതു വിധേനയും കേരളത്തിൽ ഇല്ലാതാക്കാനായിരുന്നു 2ാം പിണറായി സർക്കാരിന്റെ ശ്രമമെന്നും സാബു ജേക്കബ് ആരോപിച്ചു. കിറ്റക്സ് ആന്ധ്രയിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട് സാബു ജേക്കബ് നടത്തിയ പ്രതികരണങ്ങൾക്ക് മറുപടിയായാണ് മന്ത്രി P. രാജീവ് ചില വിമർശനങ്ങൾ ഉയർത്തിയത്. കേരളം വിടുമെന്ന് ആവർത്തിച്ചു പറഞ്ഞവർ ഇപ്പോഴും ഇവിടെ തന്നെ തുടരുന്നുണ്ടെന്ന് മന്ത്രി പരിഹസിച്ചു. വളരെ പ്രധാനപ്പെട്ട സ്ഥാപനം കേരളത്തിൽ ഓടിക്കുന്നു എന്ന് നിങ്ങൾ ടൈറ്റിൽ ഇടുമ്പോൾ കേരളത്തിലല്ലാതെ എവിടെയെങ്കിലും ഇപ്പോൾ ആ സ്ഥാപനം പ്രവർത്തനം തുടങ്ങിയോ? ചെറിയ അലൂമിനിയം കമ്പനി 6 പേരെ വെച്ചുണ്ടാക്കിയത് ഇന്ന് കേരളത്തിലുമല്ല പുറത്തും സ്ഥാപനം നടത്താനും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കമ്പനി ആയത് ഇവിടെ തന്നെ പ്രവർത്തിച്ചിട്ടല്ലേ? നിങ്ങൾ അവരുടെ നേതൃത്വ പ്രഖ്യാപനം ഏറ്റവും നല്ല അന്തരീക്ഷം എന്ന് പറയുന്ന സ്റ്റേറ്റിൽ എന്ന് ഉദ്ഘാടനം ചെയ്യുന്ന പറഞ്ഞ് എപ്പോൾ എത്ര സമയം കഴിഞ്ഞു? ഇവിടെ എത്ര ശതമാനം മലയാളി ജോലി ചെയ്യുന്നുണ്ട്? ഇതുവരെ ഇവരാരും ഓടിച്ചിട്ടില്ലെന്ന് വ്യക്തമായില്ല. ഇവിടെ തന്നെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ.
ഒരു മിനിറ്റ് ഒരു സെക്കൻഡോ പോലും തടസ്സം 4 വർഷം ഉണ്ടായിട്ടില്ലല്ലോ, പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടല്ലോ. പിന്നെ സമാധാനം കിട്ടണമെങ്കിൽ അവനവും കൂടി വിചാരിക്കണം. ഇതിന് ശക്തമായ ഭാഷയിൽ മറുപടിയുമായി കിറ്റക്സ് MD സാബു ജേക്കബ് രംഗത്തെത്തി. ഇന്നലെ ആന്ധ്രയിൽ നിന്ന് മന്ത്രി വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആന്ധ്രയ്ക്കെതിരെ തിരിഞ്ഞു. അപ്പോൾ സ്വന്തം പോരായ്മകൾ മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട്, സ്വന്തം കഴിവില്ലായ്മകൾ മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ കുറ്റം പറയുക, മറ്റുള്ളവരെല്ലാം മോശമാണെന്ന് ചിത്രീകരിക്കുക. കിറ്റക്സ് വളർന്നത് കേരളത്തിൻ്റെ മണ്ണിലാണ്, അത് മറക്കരുത്. ഇത് പറഞ്ഞാൽ നമുക്ക് തോന്നും ഈ കേരളം എന്ന് പറയുന്നത് അവർ തന്ന അല്ലെങ്കിൽ തീറെഴുതി മേടിച്ച് വ്യവസായം നടത്തുന്ന മാതിരിയാണ്. ഈ കേരളം എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്തെ ഒരു സംസ്ഥാനമാണ്. അത് ആരുടെയും പിതൃസ്വത്തല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് തന്നെ ഞാൻ പറഞ്ഞത്, കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്താലും അവർക്കൊരു പ്രശ്നമില്ല. അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും വേണ്ട രീതിയിൽ മനസ്സ് വെച്ച് അങ്ങനെ കൊടുത്ത് മനസ്സമാധാനം ഉണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മലയാളികൾക്ക് കിറ്റക്സ് കൊണ്ട് പ്രയോജനം ഉണ്ടാകണം എന്ന ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടാണ് പ്രതിസന്ധി ഘട്ടത്തിലും ഇവിടെ തുടരുന്നത്. നേരത്തെ കേരളം വിട്ടിരുന്നെങ്കിൽ കിറ്റക്സിന്റെ മൂല്യം സഹസ്രകോടികളായി ഇരട്ടിച്ചേനെയെന്നും സാബു ജേക്കബ് പറഞ്ഞു. കേരളം വിട്ടാൽ പ്രതിവർഷം 400 കോടി രൂപയിലധികം ലാഭമുണ്ടാക്കാൻ കഴിയുമെന്നും സാബു ജേക്കബ് പറഞ്ഞു. അമൃത ന്യൂസ്, കൊച്ചി. മണിപ്പൂർ സംഘർഷവുമായി ബന്ധപ്പെട്ട് തീവ്ര മെയ്തേയി സംഘടനയായ ആരാംബായി തെങ്കോൾ നേതാവിനെ അറസ്റ്റ് ചെയ്ത് CBI. കരൺ സിംഗ് ആണ് അറസ്റ്റിലായത്. കരൺ സിംഗിന്റെ അറസ്റ്റിന് പിന്നാലെ മണിപ്പൂരിൽ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും സംഘർഷമുണ്ടായി. 5 ജില്ലകളിലാണ് സംഘർഷമുണ്ടായത്. മണിപ്പൂരിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കരൺ സിംഗിനെ അറസ്റ്റ് ചെയ്തതായി CBI സ്ഥിരീകരിച്ചു. അറസ്റ്റിന് പിന്നാലെ ഇന്നലെ രാത്രി 5 ജില്ലകളിലായി പൊട്ടിപ്പുറപ്പെട്ട അക്രമത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ മണിപ്പൂരിൽ നിന്നുള്ള 25 MLA-മാരും ഒരു MP-യും അടങ്ങുന്ന പ്രതിനിധി സംഘം ഞായറാഴ്ച ഗവർണർ അജയ് ഭല്ലയെ കണ്ടിരുന്നു. സംഘടനയെ ലക്ഷ്യം വെച്ചുള്ള നടപടിയല്ല ഇതെന്നും വ്യക്തിക്കെതിരെ നിലവിലുള്ള CBI കേസിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റെന്നും രാജ്ഭവൻ പ്രതിനിധി സംഘത്തെ അറിയിച്ചു. ഇംഫാൽ വിമാനത്താവളത്തിൽ നിന്നാണ് കരൺ സിംഗിനെ CBI പിടികൂടിയത്. 2023 മണിപ്പൂർ സംഘർഷവുമായി ബന്ധപ്പെട്ട ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടയാളാണെന്നാണ് CBIയുടെ കണ്ടെത്തൽ. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം മണിപ്പൂർ സംഘർഷം CBI ആണ് അന്വേഷിക്കുന്നത്. അതിനിടെ മണിപ്പൂരിൽ സംഘർഷത്തെ തുടർന്ന് ഇന്റർനെറ്റ് സേവനങ്ങൾ റദ്ദാക്കി. ഇംഫാൽ, വെസ്റ്റ് ഇംഫാൽ, ധൗബൽ, ബിഷ്ണുപൂർ, കാച്ചിങ് ജില്ലകളിലാണ് ഇന്റർനെറ്റ് റദ്ദാക്കിയത്. കരൺ സിംഗിനെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് ആരംഭിച്ച പ്രതിഷേധം അക്രമത്തിലേക്ക് പോകുമെന്ന വിലയിരുത്തലിലാണ് ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയത്. ഇംഫാലിൽ പ്രതിഷേധക്കാർ തെരുവിലിറങ്ങുകയും റോഡിൽ ടയറുകൾ കത്തിക്കുകയും ചെയ്തു. മണിപ്പൂർ സംഘർഷത്തിൽ പ്രധാനമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി പ്രിയങ്ക ഗാന്ധിയും രംഗത്തെത്തി. മണിപ്പൂരിനെ വിധിക്കു വിട്ടതെന്തിനെന്ന് പ്രിയങ്ക എക്സിൽ കുറിച്ചു. രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിട്ടും മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? പ്രധാനമന്ത്രി ഇതുവരെ മണിപ്പൂർ സന്ദർശിച്ചിട്ടില്ല. ഇത്തരം നിരുത്തരവാദപരമായ നടപടി ജനാധിപത്യത്തിൽ ദൗർഭാഗ്യകരമാണെന്നും പ്രിയങ്ക എക്സ്പോസ്റ്റിൽ കുറിച്ചു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ ജീവനക്കാർ പണം തട്ടിയെടുത്ത സംഭവത്തിൽ കുടുംബം വലിയ മാനസിക പ്രയാസത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നടൻ G. കൃഷ്ണകുമാർ. കേസ് വേണ്ടെന്നാണ് ആദ്യം കരുതിയത്. നിവർത്തികേട് കൊണ്ടാണ് വീഡിയോ പുറത്തുവിട്ടതെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. അതിനിടെ കൃഷ്ണകുമാറിനെതിരെ മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ FIR-ലെ വിവരങ്ങളും പുറത്തുവന്നു. ദിയ കൃഷ്ണയുടെ സ്ഥാപനമായ ഓബയോസിയിൽ ജീവനക്കാരായിരുന്ന 3 വനിതാ ജീവനക്കാർ സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്ന് സമ്മതിക്കുന്ന വീഡിയോ ഇന്നലെ രാത്രിയോടെയാണ് കൃഷ്ണകുമാറിന്റെ ഭാര്യ സിന്ധു സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചത്. 69 ലക്ഷത്തിലധികം രൂപയുടെ കൃത്രിമം 3 വനിതകൾ ചേർന്ന് നടത്തിയിട്ടുണ്ടെന്ന് കൃഷ്ണകുമാർ പറയുന്നു. പണം നഷ്ടപ്പെട്ട ആൾക്കേ അതിന്റെ വേദന മനസ്സിലാകൂ എന്നും അതുകൊണ്ടാണ് ഈ രീതിയിൽ വനിതാ ജീവനക്കാരെ ചോദ്യം ചെയ്തതെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. അവർ ഈ കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് മാത്രം ഒന്ന് ചെക്ക് ചെയ്താൽ, ഈ 3 കുട്ടികളുടെ സ്റ്റേറ്റ്മെന്റ് അന്വേഷിച്ചാൽ അങ്ങോട്ട് പൈസ പോയിട്ടുണ്ടോ, അവർ എടുത്തിട്ടുണ്ടോ, ഇത് തെളിയിക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് ആ കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. അത് പോലീസ് അന്വേഷിക്കും, കണ്ടെത്തുന്നുള്ളതിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. എന്നെ പറ്റി പറഞ്ഞിരിക്കുന്ന ആരോപണത്തിന്റെ എന്തെങ്കിലും ഡിജിറ്റൽ എവിഡൻസ് നിങ്ങൾ പറയൂ. ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ പറയൂ, എന്തെങ്കിലും എവിഡൻസ് നിങ്ങൾക്കുണ്ടോ പറയൂ. നിങ്ങളത് പറയണം. നിങ്ങളൊക്കെ കൊച്ചു കുട്ടികളാണ് ഇതിനകത്ത്. പോലീസ് നിഷ്പക്ഷമായി അന്വേഷിക്കണമെന്നും G. കൃഷ്ണകുമാർ ആവശ്യപ്പെട്ടു. കൃഷ്ണകുമാറിന്റെയും ജീവനക്കാരികളുടെയും പരാതി SHOയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക പോലീസ് സംഘം അന്വേഷിക്കും. അതിനിടെ കൃഷ്ണകുമാറിനെതിരെ പോലീസ് എടുത്ത കേസിലെ FIR-ലെ വിവരങ്ങൾ പുറത്തുവന്നു. പണം നൽകിയില്ലെങ്കിൽ മാനഭംഗപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി. ലൈംഗിക ചുവയോടെ സംസാരിച്ച് പരാതിക്കാരുടെ വസ്ത്രങ്ങൾ പിടിച്ചുവലിച്ചുവെന്നും FIR-ലുണ്ട്. സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തി കേസ് തെളിയിക്കുമെന്ന് മ്യൂസിയം പോലീസ് പറഞ്ഞു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
കായിക വാർത്ത നോക്കാം. യുഎഫ നേഷണൽ ലീഗ് കിരീടം ലക്ഷ്യമിട്ട് പോർച്ചുഗലും സ്പെയിനും നേർക്കുനേർ. അല്പസമയത്തിനകം മ്യൂണിക്കിലെ അലയൻസ് അരീനയിലാണ് ആവേശപ്പോരാട്ടം. 40-കാരൻ ക്രിസ്ത്യാനോ റൊണാൾഡോയും 17-കാരൻ ലെമിൻ യമാലും ആദ്യമായി നേർക്കുനേർ വരുന്ന പ്രത്യേകതയും ഈ മത്സരത്തിനുണ്ട്. നിലവിലെ ചാമ്പ്യന്മാരായ സ്പാനിഷ് പട 2ാം കിരീടം തേടിയാണ് ഇറങ്ങുന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.